വഖഫ് ഭേദഗതി ബില്ലിലെ KCBC നിലപാടിനെ സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേരളത്തിലെ എല്ലാ എംപിമാരും ബില്ലിനെ പിന്തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷ. പ്രീണന രാഷ്ട്രീയത്തിനായി ജനങ്ങളുടെ താൽപര്യങ്ങൾ ഇല്ലാതാക്കരുത്. മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണെന്നും കിരൺ റിജിജു പറഞ്ഞു. നോബൽ മാരിക്കാരൻ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, വഖഫ് ബില്ലിനോടുള്ള പിന്തുണ എന്നതിനപ്പുറം KCBCയുടെ ഇപ്പോഴത്തെ ആഹ്വാനം എടുത്തു പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം അത് ജനങ്ങൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ വഖഫ് ബിൽ പാസ്സായേ പറ്റൂ, അതിന് കേരളത്തിലെ എംപിമാർ ഒപ്പം നിൽക്കണം എന്ന് കൃത്യമായി പറയുകയല്ലേ. ഇതിൽ കേരളത്തിലെ എംപിമാർക്ക് മുനമ്പത്തിനൊപ്പമാണ് എന്ന് ഇതിനകം പറഞ്ഞ സ്ഥിതിക്ക് ബില്ലിനെ ഇനി എതിർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണോ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്? കേന്ദ്ര സർക്കാർ എന്താണെങ്കിലും വഖഫ് ഭേദഗതി ബിൽ അടുത്ത ദിവസം തന്നെ പാർലമെന്റിൽ എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെയാണ് ഇപ്പോൾ KCBCയുടെ ഭാഗത്ത് നിന്ന് ഈ ബില്ല് ഇത്തരത്തിൽ പാസ്സാക്കാൻ പിന്തുണ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എംപിമാർ കത്ത് നൽകാൻ പോകുന്നത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന അവരുടെ തീരുമാനങ്ങൾക്കുള്ള പിന്തുണ കൂടിയാണ് KCBCയുടെ കത്ത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ കൃത്യമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു, അതോടൊപ്പം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവർ ഈ KCBCയുടെ നിലപാടിനെ ഇന്നിപ്പോൾ അത്തരത്തിൽ പിന്തുണച്ചുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് വീണ്ടും രംഗത്തേക്ക് വരുന്ന കാഴ്ച എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ വ്യക്തമാക്കുന്ന കേരളത്തിലെ എല്ലാ എംപിമാരും ബില്ലിനെ പിന്തുണയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കുന്നു. പ്രീണന രാഷ്ട്രീയത്തിനായി ജനങ്ങളുടെ താല്പര്യം ഇല്ലാതാക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം മുൻപ് അടക്കമുള്ള വിഷയങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആർക്കും എതിരല്ല, ഒരു മതവിശ്വാസത്തിനും എതിരല്ല ഇത്തരത്തിലുള്ള ഭേദഗതികൾ. ഈ ഭരണഘടനയിൽ തന്നെ ചില മാറ്റങ്ങൾ ആവശ്യമാണ്. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നാണ് ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട്. അതോടൊപ്പം തന്നെ നിർമ്മലാ സീതാരാമൻ സമാനമായ നിലപാട് തന്നെ ഇത്തവണ പങ്കുവയ്ക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ എംപിമാർ അടക്കം വഖഫ് ഈ വിഷയത്തിൽ നിലപാട് നേരത്തെ തന്നെ കടുപ്പിച്ചതാണ്. പക്ഷേ ഇത്തരത്തിൽ മുനമ്പത്തിനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എംപിമാർ നേരത്തെ രംഗത്ത് വരികയും ചെയ്തു. സ്വാഭാവികമായും കേരളത്തിലെ എംപിമാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് KCBCയുടെ ഈ കത്ത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കൃത്യമായി തന്നെ BJP അവരുടെ കൃത്യമായ നിലപാട് അത്തരത്തിൽ അവരുടെ ഈ ഭേദഗതി നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ തീരുമാനത്തെ അത്തരത്തിൽ പിന്തുണ ലഭിക്കുന്നതായി പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൂടി നീക്കം എന്താണെങ്കിലും നടക്കുന്നുണ്ട് എന്നുകൂടി ഇതിൽ വ്യക്തമാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ എംപിമാർ പ്രതിരോധത്തിലാവുന്ന കാഴ്ചയാണ് എന്താണെങ്കിലും വരും ദിവസത്തിൽ കാണാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വഖഫ് ഭേദഗതി ബില്ലിലെ KCBC നിലപാടിനോടുള്ള കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ രാജ്യസഭാ എംപിമാരുടെ നിലപാടെന്ത്, അതാണ് നമുക്കിനി അറിയേണ്ടത്. പാർലമെന്റിലേക്ക് ബിൽ വരുമ്പോൾ കിരൺ റിജിജു എന്ന കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടതിനൊപ്പം KCBCയുടെ ആഹ്വാനത്തിനൊപ്പം നിൽക്കുമോ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എംപിമാരും? അതാണ് ചോദ്യം.